കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമായിരുന്ന ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാതൃകാപരമായി ഈ സംസ്ഥാനത്തിന് പ്രകാശം നൽകിയ വികസനത്തിന് വഴികാട്ടിയായിരുന്ന എൻ്റെ പിതാവും അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസമാണ്. ഇന്ന് ഇതേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തിരുനക്കരയിൽ അനുസ്മരണം നടത്താറുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ കുർബാന കഴിഞ്ഞിവിടെ ഒപ്പീസ് നടത്തി. ആ ഓർമ്മകളാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിൽ. രാഷ്ട്രീയത്തിനും മതത്തിനും മുന്നണിക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഇന്ന് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഏതൊക്കെയാലും ഈ സന്ദർഭത്തിൽ പാലായിലെയും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ അച്ചാച്ചനെ ഓർക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ സന്ദർഭത്തിലുള്ളത്. എങ്ങനെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിനമാണ്, ആത്മവിശ്വാസം? തെരഞ്ഞെടുപ്പ് ദിനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളുടെ കയ്യിലാണ്. തീർച്ചയായും അവരെല്ലാവരും ഓരോരുത്തരും തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. അതിന് ആ ജനങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കേരള സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്തിൻ്റെ പൾസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് പൊതുവേ പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പ്രക്രിയയിൽ ആ വികസന പദ്ധതികൾ ഒരാൾക്ക് ഒന്നുപോലും ഈ വികസനം വേണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യമില്ല. ഈ വികസനം സമയബന്ധിതമായി നടപ്പിലാക്കി കേരള സംസ്ഥാനത്തെ ചരിത്രത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പറ്റാതെ പോയി എന്നുള്ളത് പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞു. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള വികസന പദ്ധതികളും നടത്തി എന്നുള്ളതിനപ്പുറം ഏറ്റവും കൂടുതൽ ആ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. അത് ക്ഷേമ പെൻഷനായിട്ടും അത് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ടും സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായിട്ടും കണക്ട് ടു വർക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ രോഗികൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടായിട്ടും ഒക്കെ വ്യക്തിപരമായ ഓരോ കുടുംബത്തിനെയും ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണത്തിലേക്ക് 100% ഇടതുപക്ഷം പോകും. അതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു ഭാഗവാക്കായി പാലായും ഉണ്ടാവും. UDF ജയിച്ച മന്ത്രിയാവുമെന്നാണ് മാണി സി കാപ്പൻ്റെ അവകാശവാദം, ഇന്നത്തെ അവകാശവാദം. അല്ല, ഞാൻ കാണുന്നത് പല അവകാശവാദങ്ങളും ഉണ്ടാകും. അത് അദ്ദേഹത്തിൻ്റെ അവകാശവാദം, അത് നടന്നോട്ടെ. പക്ഷെ ഞാൻ കാണുന്നത് പാലായിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ രാവിലെ 5 മണിക്ക് കണ്ടത് സൈബർ അറ്റാക്കാണ് എനിക്കെതിരെ ഉണ്ടായത്. നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും സൈബർ അറ്റാക്ക്. ഇന്നേ ദിവസം നമുക്കറിയാം, ഇന്ന് ഒരു പ്രത്യേക ദിവസം കൂടെയാണ്. ആ ദിവസത്തിൽ സൈബർ അറ്റാക്ക് എനിക്കെതിരെ ഉണ്ടാവുമ്പോൾ എത്ര ബോധപൂർവമായ പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ 5-6 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഇന്ന് ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതികാരം ജനങ്ങൾ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. അതിപ്പോൾ പേര് വേണ്ടല്ലോ, വിഷയം വേണ്ടല്ലോ, അങ്ങ് വ്യക്തിഗതിയെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. രാവിലെ 5 മണി കയറ്റി നോക്കുമ്പോൾ അറ്റാക്കുകളാണ്, 100 കണക്കിന് അറ്റാക്കുകളാണ് വന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മും അതുപോലെ തന്നെ KM മാണി സാറും പോരാട്ടത്തിൽ കൂടെ തന്നെയാണ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ പൊതുജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാനും അതെവിടെയാണെങ്കിലും പോരാട്ടത്തിൽ കൂടെ തന്നെയാണ്. ആ പോരാട്ടത്തിലൂടെ വിജയമുണ്ടാകുമ്പോൾ തീർച്ചയായും അതിന് ഒത്തിരി മധുരവും ഉണ്ടാകും. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചാണ്. ഇത്തവണ എത്ര സീറ്റ്? 12 സീറ്റ് മത്സരിക്കുന്നു. എത്ര സീറ്റുകൾ? 12 സീറ്റും ഞാൻ കാണുന്ന വിജയസാധ്യതയുള്ളതാണ്. അതേക്കാലം ബഹുഭൂരിപക്ഷം സീറ്റുകളും വിജയിക്കും. ഏത് സീറ്റാണ് പരാജയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ജയിക്കാൻ കഴിയാതെ പോകുന്നത്? താങ്കൾ പറ. എല്ലാ സീറ്റുകളും ഇവിടെ പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ വന്നിട്ടുണ്ട്, തൊടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ പോലും ഞാൻ കാണുന്ന വലിയൊരു വിജയത്തിലേക്ക് നമ്മുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ അതിലേക്ക് വിജയത്തിലേക്ക് ചെന്നെത്തും.